ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. നോമ്പുകാലം മനുഷ്യൻ തന്റെ ഉറവിടവും ജീവിതത്തിന്റെ ലക്ഷ്യവും ഓർക്കുന്ന ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ മണ്ണ് വളരെ ആഴമുള്ള പ്രതീകമാണ്. മണ്ണും പ്രകൃതിയും മനുഷ്യന്റെ ആത്മാവുമായി ബന്ധിപ്പിച്ചു കിടക്കുന്ന പ്രതീകങ്ങളാണ്. മണ്ണിനോട് ചേർന്നാൽ മനുഷ്യൻ ദൈവത്തോട് അടുത്തു വരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഭൂമിയെ മനുഷ്യന്റെ മാതാവായി കാണുന്നത്. ഭൂമിയോടുള്ള ബന്ധം ആത്മാവിന്റെ ആഴത്തിലുള്ള ബന്ധമാണ്. മണ്ണ് നമ്മെ ഭൂമിയോടും സ്രഷ്ടാവിനോടും ബന്ധിപ്പിക്കുന്നു. മനുഷ്യൻ ദൈവസൃഷ്ടിയുടെ ഭാഗമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ, ദൈവം നൽകിയ സ്വയം സമർപ്പണത്തിന്റെ ജീവനാണ് നമ്മിൽ ഉള്ളത് എന്നുള്ള തിരിച്ചറിവ്. അലി കടുകശ്ശേരി എന്ന കവി പ്രകൃതിയുടെ ആത്മീയതയെ ഇങ്ങനെ വർണ്ണിക്കുന്നു: എന്ന് തിരിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ആർക്കെങ്കിലും വല്ലതും കൊടുക്കുന്ന നമ്മളോ, ഇന്നോളം തന്നതൊന്നും ആരോടും തിരിച്ചു ചോദിച്ചിട്ടില്ലാത്ത പ്രകൃതിയോ ഏറ്റവും വലിയ ആത്മീയൻ.